ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ക്രീം ഇല്ലാതെ പോലെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ്. തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ എടുക്കുക. 1/4 കപ്പ് മൈദയിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ മാറ്റി പകരം 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുക. ലൈറ്റ് കൊക്കോ പൗഡർ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇത് കണക്ക് വടിച്ച് വേണം ചേർക്കാനായിട്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. ഇതിന് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ പാലും ഓയിലും ഒന്നും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. ഓവനും ബീറ്ററും ഒന്നും നമ്മൾ ഈ ഒരു കേക്ക് റെസിപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് ഈ കേക്ക് ഫ്ലോർ. ഇനി ഒരു ബൗളിൽ ഒരു മുട്ട ചേർക്കുക. അതുപോലെ തന്നെ ഒരു മുട്ടയുടെ വെള്ളയും ചേർക്കണം. ഇതിലോട്ട് നമ്മൾ പഞ്ചസാര പൊടിച്ചത് വാനില എസൻസ് ഒന്നും ഇപ്പോൾ ചേർക്കാൻ പാടില്ല. ഇനി നമുക്ക് ഈ ബൗളൊന്ന് ചരിച്ച് വെച്ചിട്ട് ഇത് കണക്കൊന്ന് ബീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മുട്ടയൊന്ന് പെട്ടെന്ന് പതഞ്ഞ് പൊന്തി വരുന്നതായിരിക്കും നല്ലതുപോലെ. അതായത് മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ മാറി നല്ല ഒരു വെള്ള നിറത്തിലോട്ട് വരുന്നതാണ്. ഒരു ക്രീമി ടെക്സ്ചറിലോട്ട് പതഞ്ഞ് പൊന്തി വരും. ആ സമയത്ത് നമുക്കിത് നിർത്താം. ഇപ്പോൾ നമ്മുടെ മുട്ട ഇതേ കണക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്കിതിൻ്റെ അകത്തോട്ട് പൊടിച്ച പഞ്ചസാര ചേർക്കേണ്ടത്. ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് വിസ്കിന് ഇത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുട്ട ഇതേ കണക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് വേണം ഇതിൻ്റെ അകത്തോട്ട് വാനില എസൻസ് ചേർക്കാൻ. സത്യത്തിൽ ഈ ഒരു കേക്കിന് വാനില എസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മുട്ട നല്ലതുപോലെ പതഞ്ഞ് പൊന്താതിരിക്കുമ്പോഴാണ് ഈ മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ വാനില എസൻസും ചേർത്തിട്ട് നമുക്ക് ഇത് കണക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്ക് ഈ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് മൈദാപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ മൈദാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ വിസ്കിന് വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഈ സമയത്ത് നമ്മൾ സ്പാച്ചിലേക്ക് ഒരിക്കലും തുടക്കക്കാർ സ്പാച്ചിൽ ഉപയോഗിച്ച് ഫോൾഡ് ചെയ്യില്ല. ഇത് കണക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ കേക്ക് ബാറ്റർ അടിയിലോട്ട് താന്നു പോകത്തില്ല. ആ ബാറ്റർ അത് കണക്ക് തന്നെ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് കേക്ക് ബാറ്റർ കിട്ടുന്നതായിരിക്കും. ഇത് കണക്ക് പതുക്കെ പതുക്കെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മൊത്തം പൊടികൾ ഇതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് കണക്ക് പതുക്കെ ഒന്നും കൂടെ ഇതിൽ നിന്ന് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. അവസാന സ്റ്റേജിലാണ് നമ്മൾ ഇതിൻ്റെ സ്പാച്ചിൽ ഉപയോഗിച്ച് അടിയിലുള്ള മൈദയുടെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് നമ്മൾ സ്പാച്ചിൽ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം നമുക്കൊന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനെ സ്പാച്ചിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആ ബാറ്റർ അത് കണക്ക് തന്നെ നിൽക്കും. ഇത് കണക്ക് പതുക്കെ പതുക്കെ അടിയിൽ നിന്ന് വേണം നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് നമ്മുടെ ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സോസ് പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് കുറച്ച് മൈദാപ്പൊടി അതിനകത്തോട്ട് തൂളിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാറ്ററി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം നല്ല ക്രീമി ആയിട്ടുള്ള ബാറ്ററാണ്. നമുക്ക് ഒട്ടും താന്നു പോയിട്ടില്ല നമ്മളിത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ രീതിയിൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ കുറേ കേക്ക് റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇതേ ഇവിടെ നല്ല റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ കാണുന്നത് ആ പൊടി തൂളിയിട്ടില്ലേ, ആ ഓയിലും പൊടിയുടെയും ഒരിതാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ ഇതിൻ്റെ അകത്ത് ഇടാവുന്നതാണ്. അപ്പോൾ ഓവനും ബീറ്ററും ഓയിലും പാലും ഒന്നുമില്ലാതെ നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞങ്ങളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ വേണം കേട്ടോ. ഇനി അടുത്ത ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ അടുത്ത ഒരു മെത്തേഡുമായി ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.